അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞു, അടുത്ത ഓൺലൈൻ ക്ലാസ്സിലേക്ക് തന്നെ പ്രവേശിച്ചു. നമ്മളിപ്പോൾ ഉപേക്ഷിക്കേണ്ട 4 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഉൾക്കൊള്ളേണ്ട, ചെയ്യേണ്ട അത്യാവശ്യമായ മറ്റു ചില 4 കാര്യങ്ങൾ, അതാണ് ഇനി നമുക്കടുത്ത് പറയാനുള്ളത്. അമ്മൽ അർബഅത്തുല്ലത്തി യംബഗി ലക അൻ തഫ്അലഹ, നിനക്ക് പ്രവർത്തിക്കൽ അത്യാവശ്യമായ 4 കാര്യങ്ങളിൽപ്പെട്ട അൽ അവ്വലു, ഒന്നാമത്തത്, അൻ തജഅല മുആമലതക മഅല്ലാഹി തആല, നിൻ്റെ ഇടപെടലുകൾ, അള്ളാഹുവിനോടുള്ള നിൻ്റെ ഇടപെടലുകൾ ആയിരിക്കണം. എങ്ങനെയായിരിക്കണം? ബിഹൈസു, ഒരു നിലക്ക് ആയിരിക്കണം. ലൗ ആമല മഅക, നിന്നോട് ഇടപെട്ടാൽ, നിന്നോട് പെരുമാറിയാൽ, ബിഹ, ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ, ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റം നിന്നോട് പെരുമാറിയാൽ, ആര്? അബ്ദുക, നിൻ്റെ സ്വന്തം അടിമ നിന്നോട് അത്തരത്തിൽ പെരുമാറിയാൽ, തർള, നീ തൃപ്തിപ്പെടും, ബിഹ, ആ ഒരു ഇടപെടൽ കൊണ്ട്, മിൻഹു, ഈ ഒരു അടിമയിൽ നിന്ന്. നിന്നോട് ഒരു അടിമ ഇത്തരത്തിൽ ഇടപെടുകയാണെങ്കിൽ നീ അവനിൽ നിന്ന് അത് തൃപ്തിപ്പെടും എങ്കിൽ അത്തരത്തിലുള്ള ഇടപഴക്കമായിരിക്കണം നീ അള്ളാഹുവിനോട് ഇടപെടേണ്ടത്. വലാ യളീഖു ഖാത്തിറുക അലൈഹി, നിൻ്റെ ഹൃദയം ഇടുങ്ങിപ്പോവുകയില്ല. ഖാത്തിർ എന്ന് പറഞ്ഞാൽ കൽബ്, നിൻ്റെ മനസ്സ്. വലാ യളീഖു, ഇടുങ്ങിപ്പോവുകയില്ല, ഖാത്തിറുക, നിൻ്റെ ഹൃദയം, അലൈഹി, അവൻ്റെ മേൽ, അത്തരത്തിൽ ആകൂല. നിൻ്റെ മനസ്സാകട്ടെ ഇടങ്ങേറായി പോവുക ആ ഒരു പെരുമാറ്റം കണ്ടിട്ട്, അങ്ങനെ ഉണ്ടാകുമോ? അതില്ല. വലാ തഗ്ളബു, നീ ദേഷ്യപ്പെടുകയുമില്ല. വലാ തഗ്ളബു, നീ അവനോട് ദേഷ്യപ്പെടുകയും ഇല്ല. വല്ലദീ ലാ തർളാ ലി നഫ്സിക മിൻ അബ്ദികൽ മജാസി, ഒരു സാങ്കല്പികമായ നിൻ്റെ അടിമയിൽ നിന്ന് നിൻ്റെ ശരീരത്തിന് ഇഷ്ടപ്പെടാത്ത ഒന്ന്. ഫലാ തർള അയ്ളൻ ലില്ലാഹി, അത് നീ അള്ളാഹുവിനും ഇഷ്ടപ്പെടണ്ട, അത് നീ അള്ളാഹ്ക്കും ഇഷ്ടപ്പെടണ്ട. നീ സാങ്കല്പികമായി ഉണ്ടാക്കിയ നിൻ്റെ അടിമക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം, അത് അള്ളാഹുവിനും, നിൻ്റെ ശരീരത്തിന് ഇഷ്ടപ്പെടാത്തത് അള്ളാഹുവിൻ്റെ ശരീരത്തിനും നീ ഇഷ്ടപ്പെടണ്ട. വഹുവ സയ്യിദുകൽ ഹഖീഖിയ്യു, കാരണം അവൻ തന്നെയാണ് യഥാർത്ഥത്തിലെ നിൻ്റെ ഉടമസ്ഥൻ. ഇനി ഉൾക്കൊള്ളേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? ചെയ്യേണ്ട. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നീ നിൻ്റെ അടിമയോട് പെരുമാറിയാൽ ഇഷ്ടപ്പെട്ട പെരുമാറ്റമായിരിക്കുമോ, ആ പെരുമാറ്റം മാത്രമേ നിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനായ അള്ളാഹുവിനോട് അടിമയായ നീ പെരുമാറാൻ പാടുള്ളൂ. രണ്ടാമത്തത്, കുല്ലമാ അമിൽത ബിന്നാസി ഇജ്അൽഹു കമാ തർളാ ലി നഫ്സിക, കുല്ലമാ അമിൽത ബിന്നാസി, ജനങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ, ജനങ്ങളുമായി സംവദിക്കുമ്പോൾ, ജനങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുമ്പോൾ, ഇജ്അൽഹു, നീ ആക്കണം, ആ ജനങ്ങളെ ആക്കണം, കമാ തർളാ ലി നഫ്സിക മിൻഹും, നിൻ്റെ ശരീരത്തിന് ആ ജനങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് പോലെയായിരിക്കണം. ലി അന്നഹു, കാരണം, അങ്ങനെ പറയാൻ കാരണം എന്താണ്? ലാ യക്മലു ഈമാനു അബ്ദിൻ, ലാ യക്മലു ഈമാനു അബ്ദിൻ, ഒരു അടിമയുടെ ഈമാന് പൂർത്തിയാകൂല ഹത്താ യുഹിബ്ബ ലിസാഇരിന്നാസി, എല്ലാ ജനങ്ങൾക്കും ഇഷ്ടമാകുന്നത് വരെ, മാ യുഹിബ്ബു ലി നഫ്സിഹി, സ്വശരീരത്തിന് ഇഷ്ടമാകുന്ന ഒന്ന്, നിനക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റെല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കണം. അല്ലാതെ നിൻ്റെ ഇഷ്ടം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാകരുത്. നിൻ്റെ ഇഷ്ടം, ജനങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതായിരിക്കണം നിൻ്റെ ഇഷ്ടം. അതാണ് ഈമാനിൻ്റെ പരിപൂർണത എന്ന് നബി തങ്ങൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുല്ലമാ അമിൽത ബിന്നാസി, ജനങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുമ്പോഴെല്ലാം, ഇജ്അൽഹു കമാ തർളാ ലി നഫ്സിക,
ആ പ്രവർത്തനത്തെ ഇജാൽഹു നിൻ്റെ പ്രവർത്തനത്തെ നീ ആക്കണം. കമാ തർലാലി നഫ്സിക നിൻ്റെ ശരീരത്തിന് ഇഷ്ടപ്പെടും വിധത്തിലാക്കണം. മിൻഹും ആ ജനങ്ങളിൽ നിന്ന് നിൻ്റെ ശരീരത്തോട് ആ ജനങ്ങൾ ഇഷ്ടപ്പെടും വിധത്തിലായിരിക്കണം നീ ആ ജനങ്ങൾക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. നിന്നോട് ജനങ്ങൾ ഇഷ്ടപ്പെടും വിധത്തിലായിരിക്കണം നീ ആ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. മനസ്സിലായോ? അതെ. കാരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തനിക്ക് ഇഷ്ടപ്പെടുന്നതാവുന്നത് വരെ, തനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അതാകും വരെ ഒരാളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. വസ്സാലിസു ഇനി മൂന്നാമത്തത് എന്താണ്? ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളിൽ മൂന്നാമത്തത് ഇദാ ഖറഅതൽ ഇൽമ ഔ ത്വാലഅതഹു നീ ഒരു ഇൽമ് വായിച്ചു അല്ലെങ്കിൽ നീ മുതാലഅ ചെയ്താൽ യംബഗി അൻ യകൂന ഇൽമുക നിൻ്റെ ഇൽമ് ആവൽ അത്യാവശ്യമാണ്. യുസ്ലിഹു ഖൽബക നിൻ്റെ ശരീരത്തെ നന്നാക്കുന്നതായിരിക്കണം. വ യുസക്കി നഫ്സക നിൻ്റെ ശരീരത്തെ സംസ്കരിക്കുന്നതായിരിക്കണം. കമാ അപ്പോൾ നീ ഒരു ഇൽമ് പഠിച്ചു കഴിഞ്ഞാൽ ആ ഇൽമിന് അനുസൃതമായിരിക്കുന്ന ഒരു സംസ്കരണം നിൻ്റെ ശരീരത്തിൽ ഉണ്ടാവണം. ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിലില്ലാത്ത ഒരു മാറ്റം ഈ ക്ലാസ്സോടുകൂടെ ഉണ്ടാകണം. കമാ ലൗ അലിംത എപ്രകാരം, ഏതുപോലെ നീ മനസ്സിലാക്കി അന്ന ഉംറക മാ യബ്ക ഗൈറ ഉസ്ബൂ നിൻ്റെ ആയുസ് ഒരു ആഴ്ചയേക്കാൾ അവശേഷിക്കൂല എന്ന് നീ മനസ്സിലാക്കിയാലുള്ളതുപോലെ അങ്ങനെ നീ ഒരാഴ്ചയേക്കാൾ നിൻ്റെ ആയുസ് ബാക്കിയാകൂല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫബിൽ ളറൂറത്തി അപ്പോൾ ഉറപ്പായിട്ടും ലാ തസ്തഗ്ലു ഫീഹാ ബിഇൽമിൽ ഫഖഹി അന്നേരം നീ ഇൽമുൽ ഫിഖ്ഹുമായിട്ട് നീ ശുഗലാവുകയില്ല, വ്യാപൃതനാവൂല. വൽ അഖ്ലാഖി ഇൽമുൽ അഖ്ലാഖുമായിട്ടും വൽ ഉസൂലി മറ്റു ഉസൂലുകളുമായിട്ടും ഉസൂലിയായിട്ടുള്ള ഇൽമുകൾ അഥവാ ഉസൂൽ ഫിഖ്ഹ്, ഉസൂൽ ഹദീസ് അത്തരത്തിലുള്ള ഉസൂലുകളുമായിട്ടും നീ ഇടപെടില്ല. വൽ കലാമി അഥവാ തർക്കശാസ്ത്രങ്ങളുമായിട്ടും നീ ഇടപെടുകയില്ല. വാംസാലിഹ ഇത്തരത്തിലുള്ള മറ്റു ഇൽമുകളുമായിട്ട് നീ ഇടപെടുകയില്ല. കാരണം നീ അന്നേരത്ത് ഇത്തരത്തിലുള്ള ഇൽമുകളോടല്ല ഇടപെടുക. കാരണം അന്നക തഅലമു കാരണം നിനക്കറിയാം അന്ന ഹാദിഹിൽ ഉലൂമ ലാ തുഗ്നീക ഈ ഇൽമുകൾ നിന്നെ ഐശ്വര്യനാക്കുകയില്ല. അന്ന ഹാദിഹിൽ ഉലൂമ ഈ അറിവുകൾ ലാ തുഗ്നീക നിന്നെ ഐശ്വര്യനാക്കുകയില്ല. അപ്പോൾ അത് പഠിച്ചത് കൊണ്ട് ഈ അറിവ് പഠിച്ചത് കാരണത്താൽ നിൻ്റെ ശരീരത്തിന് ഒരു തസ്കിയത്ത് കിട്ടുക, സംസ്കരണം ലഭിക്കുക എന്നതും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നീ ആ സമയത്ത് ഇത്തരത്തിലുള്ള അറിവുകളാകില്ല പഠിക്കുന്നത്. മറിച്ചോ ബൽ തസ്തഗ്ലു ബി മുറാഖബത്തിൽ ഖൽബി നിൻ്റെ ഹൃദയത്തെ മുറാഖബ ചെയ്തുകൊണ്ട് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അതിനെ വ മഅരിഫത്തി സിഫാത്തിൻ നഫ്സി ശരീരത്തിൻ്റെ സിഫത്തുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ വിശേഷണങ്ങൾ, അതിൽ ഒഴിവാക്കേണ്ടതെന്ത്, അതിൽ അധികരിപ്പിക്കേണ്ടതെന്ത് എന്നൊക്കെ അത്തരത്തിലുള്ള നിൻ്റെ കൽബിനെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് നിൻ്റെ ശരീരത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, വിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനും അതറിയാനുമായിരിക്കും നീ ശുഗലാവുക. അതുപോലെ നീ ശുഗലാകും. എന്തുകൊണ്ട്? വൽ ഇഅ്തിറാദി അൻ അലായിഖി ദുനിയ ഐഹികമായ ബന്ധങ്ങളെ തൊട്ട് വെടിഞ്ഞു കളയാനും തിരിഞ്ഞു കളയാനുമാണ് നീ ശുഗലാവുക. അപ്പോൾ ഐഹികമായ ബന്ധങ്ങളിൽ നിന്ന് വെടിയുക, അതിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നതിലാണ് നീ ശുഗലാവുക എന്ന് നിനക്കറിയാലോ. അത്തരത്തിൽ തന്നെ നീ എന്തിലും ശുഗലാകും. വ തുസക്കി നഫ്സക എന്നിട്ട് നീ നിൻ്റെ ശരീരത്തെ സംസ്കരിക്കും. അനിൽ അഖ്ലാഖി ദമീമത്തി മോശമായ നിന്ദിക്കപ്പെട്ട സ്വഭാവങ്ങളെ തൊട്ട് നിൻ്റെ ശരീരത്തെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യും.
വതസ്തഗ്ലു ബിമഹബ്ബത്തില്ലാഹി തആല, നീ അള്ളാഹുവിൻ്റെ മഹബ്ബത്തുമായിട്ട് ശുഗലാവും, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നീ ശുഗലാകും. ഇബാദത്തിഹി, അള്ളാഹുവിൻ്റെ ഇബാദത്ത് കൊണ്ടും നീ ശുഗലാവും, അള്ളാഹുക്ക് വേണ്ടി ഇബാദത്ത് കൊണ്ടും നീ ശുഗലാവും. വൽ ഇത്തിസാഫി ബിൽ ഔസാഫിൽ ഹസന, നല്ല വിശേഷണങ്ങളെ കൊണ്ട് വിശേഷണം സിദ്ധിക്കുവാനും വിശേഷണങ്ങൾ കിട്ടുവാനും, അഥവാ നല്ല സ്വഭാവക്കാരനാണ്, നല്ല വിശേഷണങ്ങളുള്ളവനാണ്, സുവിശേഷമുള്ളവനാണ് എന്നതിനു വേണ്ടി നീ പ്രവർത്തിക്കുകയും ചെയ്യും. വൽ ഇത്തിസാഫി, വിശേഷണം സിദ്ധിക്കുവാനും നീ പ്രയത്നിക്കും. ബിൽ ഔസാഫിൽ ഹസനത്തി, നല്ല നല്ല വിശേഷണങ്ങളെ കൊണ്ട്. വലാ യമുറു അല അബ്ദിൻ, ഒരു അടിമയുടെ അടുത്തേക്കും നീ പോവുകയില്ല, ഒരു അടിമക്കും കടന്നു പോവുകയില്ല. വലാ യമുറു അല അബ്ദിൻ, ഒരു അടിമക്കും കടന്നു പോവുകയില്ല. യൗമുൻ വലാ ലൈലത്തുൻ, ഒരു രാത്രിയും ഒരു പകലും കടന്നു പോവുകയില്ല, എത്തരത്തിലല്ലാതെ. ഇല്ലാ വയുംകിനു അൻ യകൂന മൗതുഹു ഫീഹി, ആ രാത്രിയിലോ ആ പകലിലോ അവൻ്റെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടായിട്ടല്ലാതെ. അപ്പോൾ ഏത് രാവായാലും വേണ്ടില്ല, എത്തരത്തിലുള്ള പകലായാലും വേണ്ടില്ല, എത്ര വലിയ സന്തോഷത്തിലോ സന്താപത്തിലോ ദുഃഖത്തിലോ ഇടങ്ങേറിലോ എന്തായാലും വേണ്ടില്ല, ഏത് രാവിലും ഏത് പകലിലും ആരുടെ മരണവും സംഭവിക്കാം എന്നത് ഓരോരുത്തരും ഓർക്കേണ്ട കാര്യമാണ്. അയ്യുഹൽ വലത്, എൻ്റെ പൊന്നുമോനെ, ഇസ്മാ നീ കേട്ടോ, മിന്നി കലാമൻ ആഖർ, എന്നിൽ നിന്ന് മറ്റൊരു കാര്യം കൂടെ നീ കേട്ടോ. ഏതാണത്? വതഫക്കർ ഫീഹ ഹത്താ തജ്ദ ഖലാസ, നീ അതിൽ ചിന്തിക്കുകയും വേണം. വതഫക്കർ ഫീഹി, നീ അതിൽ ചിന്തിക്കുകയും ചെയ്തോ. ഹത്താ തജ്ദ ഖലാസ, നിനക്കൊരു രക്ഷ കിട്ടുന്നത് വരെ, ഒരു പിടിവള്ളി കിട്ടും വരെ നീ അതിനെക്കുറിച്ച് ചിന്തിച്ചോ. എന്താണ് ആ കാര്യം? ലൗ അന്നക ഉഖ്ബിർത, നിന്നോട് പറയപ്പെട്ടാൽ, ലൗ അന്നക ഉഖ്ബിർത, നിശ്ചയമായും നിന്നോട് പറയപ്പെട്ടാൽ, അന്ന സുൽത്താന, നിശ്ചയമായും രാജാവ്, ബഅദ ഉസ്ബൂഇൻ, ഒരാഴ്ചക്കു ശേഷം, യജീഉക സായിറ, നിന്നെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട് എന്ന് നീ പറഞ്ഞാൽ, എന്ന് നീ അറിയുകയാണെങ്കിൽ, ഏലം നീ മനസ്സിലാക്കിക്കോ, അന്നക ഫീ തിൽക്കൽ മുദ്ദത്തി, നിശ്ചയമായും നീ ആ കാലയളവിൽ, ലാ തസ്തഗ്ലു, നീ പ്രവർത്തിക്കുകയില്ല, ഇല്ലാ ബി ഇസ്ലാഹി മാ അലിംത, നീ മനസ്സിലാക്കിയത്, നീ അറിഞ്ഞത് നന്നാക്കിക്കൊണ്ടല്ലാതെ. അന്ന നവറ സുൽത്താനി ബി ഇസ്ലാഹി മാ അലിംത, അന്ന നവറ സുൽത്താനി, നീ മനസ്സിലാക്കിയ ഒന്ന് നന്നാക്കിക്കൊണ്ടല്ലാതെ നീ പ്രവർത്തിക്കുകയില്ല. നീ എന്ത് മനസ്സിലാക്കിയ? അന്ന നവറ സുൽത്താനി, തീർച്ചയായിട്ടും രാജാവിൻ്റെ നോട്ടം, സയഖഉ അലൈഹി മിന സിയാബി വൽ ബദനി, അദ്ദേഹത്തിൻ്റെ മേൽ, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും രാജാവിൻ്റെ നോട്ടം പതിക്കുമെന്ന് നീ മനസ്സിലാക്കിയാൽ, ആ നോട്ടം വരുന്ന സ്ഥലം നന്നാക്കിക്കൊണ്ടല്ലാതെ നീ ശുഗലാവൂല, നീ വ്യാപൃതനാകൂല. അപ്പോൾ രാജാവ് നിൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ, രാജാവിൻ്റെ നോട്ടമെത്തുന്ന സ്ഥലങ്ങൾ നീ നന്നാക്കാൻ ശ്രമിക്കും. അതുപോലെ രാജാവിൻ്റെ നോട്ടമെത്തുന്ന സ്ഥലങ്ങൾ, സയഖഉ അലൈഹി മിന സിയാബി വൽ ബദനി, അവനിൽ നിന്ന്, അവൻ്റെ മേൽ രാജാവിൻ്റെ കണ്ണെത്തും, രാജാവിൻ്റെ നോട്ടമെത്തും. ഏതിനോടൊക്കെ? മിന സിയാബി, അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലും, ബദനി ശരീരത്തിലും, വദ്ദാരി വീട്ടിലും, വൽ ഫിറാഷി വിരിപ്പിലും, വഗൈരിഹ ഇവയല്ലാത്ത മറ്റു പല ഈ കാര്യങ്ങളിലൊക്കെ രാജാവിൻ്റെ നോട്ടം എത്തുന്നു മനസ്സിലാക്കിയാൽ, ആ രാജാവിൻ്റെ നോട്ടം എത്തുന്ന സ്ഥലങ്ങളൊക്കെ നീ നന്നാക്കാൻ ശ്രമിക്കുമല്ലോ. വൽ ആന, എന്നാൽ ഇപ്പോൾ, തഫക്കർ, നീ ചിന്തിച്ചോ, ഇലാമ അശർതു ബിഹി, ഞാൻ സൂചിപ്പിച്ച ഒന്നിലേക്ക്, ഫഇന്നക ഫഹിമുൻ, കാരണം നീ മനസ്സിലാക്കാൻ കഴിയുന്നവനാണ്. വൽ കലാമുൽ ഫർദു, ഒരൊറ്റ വാക്ക് തന്നെ, ഒരൊറ്റ സംസാരം തന്നെ, യക്ഫിൽ കയ്യിസ, ബുദ്ധിമാന് അത് മതി. ഏതാണ് ആ വാക്ക്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ രാജാവ് നിന്നിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ, രാജാവിൻ്റെ നോട്ടമെത്തുന്ന ഡ്രസ്സും, നിൻ്റെ വീടും, നിൻ്റെ വീടിൻ്റെ പരിസരവും, നിൻ്റെ കട്ടിലും അതിൻ്റെ മേലുള്ള വിരിപ്പും, അതുപോലെ എല്ലാ സംഗതികളും നീ വൃത്തിയാക്കി അത് ഇസ്ലാഹ് ചെയ്യാൻ, അത് നന്നാക്കാൻ നീ എത്രമാത്രം ശുഗലാകുന്നുവോ. എന്നാൽ നീ ഒന്ന് ചിന്തിക്കണം, നിൻ്റെ രക്ഷിതാവായ,
എത്തുന്നത് എവിടേക്ക് എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ബുദ്ധിമാനായ നിനക്ക് ഒരു സംസാരം മാത്രം മതി. ആ ഒരു കലാമ് കേട്ടാൽ പിന്നെ നിനക്ക് മറ്റൊന്നും വേണ്ടി വരില്ല. ഏതാണത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അഅമാലിക്കും. അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കോ അല്ല നോക്കുന്നത്, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ നിയ്യാതിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ കരുത്തുകളിലേക്കും നിങ്ങളുടെ നിയ്യത്തിലേക്കുമാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എത്ര നന്നാക്കിയാലും ശരി, നിങ്ങളുടെ ബാഹ്യ പ്രകടനങ്ങൾ എത്ര നന്നാക്കിയാലും ശരി, നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ എന്താണോ ഉള്ളത് അതിനനുസൃതമായിരിക്കും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരിക എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. വഇൻ അറത്ത ഇൽമ അഹ്വാലിൽ ഖൽബി, ഹൃദയത്തിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ നീ ഉദ്ദേശിച്ചാൽ ഫൻദുർ ഇലൽ ഇഹ്യാ, അപ്പം നീ അങ്ങനെയാണെങ്കിൽ നീ ഇഹ്യാ ഉലൂമ് എൻ്റെ കിതാബിലേക്ക് നീ നോക്കിക്കോ. വഗൈരിഹി മിൻ മുസന്നഫാത്തി, ഇതല്ലാത്ത മറ്റെൻ്റെ കൃതികളിലേക്കും എൻ്റെ രചനകളിലേക്കും നീ നോക്കിക്കോ. വഹാദൽ ഇൽമു ഫർദു ഐൻ, ഈ അഹ്വാലുൽ ഖൽബ് എന്തൊക്കെയാണ്, ഹൃദയത്തിൻ്റെ അവസ്ഥകൾ, നമ്മുടെ ഖൽബിൻ്റെ അഹ്വാലുകൾ എങ്ങനെയൊക്കെ വരാം എന്നത് മനസ്സിലാക്കുക എന്നത് ഫർദ് ഐനാണ്. വഗൈറുഹു ഫർദ് കിഫായ, ബാക്കിയുള്ളതെല്ലാം ഫർദ് ഫിഖ്ഹ് നാട്ടിലൊരാൾ പഠിച്ചാൽ മതി, ബാക്കിയുള്ളവരൊക്കെ അയാളോട് ചോദിച്ചാൽ മതി. പക്ഷേ ഇസ്ലാഹുൽ ഖൽബ്, സ്വശരീരത്തെ നന്നാക്കാൻ വേണ്ട അറിവുകൾ അത് ഓരോരുത്തരും പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നതാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത്. വഗൈറുഹു ഫർദു കിഫായ, മറ്റുള്ളതെല്ലാം ഫർദു കിഫായത്താണ്. ഇല്ലാ ബി മിഖ്ദാരി മാ യുഅദ്ദാ ബിഹി ഫറാഇദുല്ലാഹി തആല വഹുവ യുവഫിഖുക ഹത്താ തുഹസ്സിലുഹു. ഇല്ലാ ബി മിഖ്ദാരി മാ യുഅദ്ദാ ബിഹി ഫറാഇദുല്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഫരീളത്തുകൾ, അള്ളാഹുവിന് നിർബന്ധമായും ചെയ്തു കൊടുക്കേണ്ട ഫറലായ സംഗതികൾ വീട്ടപ്പെടുന്ന ഒന്നിൻ്റെ ഖദറനുസരിച്ചല്ലാതെ, ഇല്ലാ ബി മിഖ്ദാരിമ, ഒന്നിൻ്റെ ഖദറിന് അനുസൃതമായിട്ടല്ലാതെ. എന്തിൻ്റെ ഖദർ? യുഅദ്ദാ ബിഹി ഫറാഇദുല്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഫരീളത്തുകൾ, അള്ളാഹുവിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾ വീട്ടപ്പെടുന്ന ഒന്നിൻ്റെ ഖദറനുസരിച്ചിട്ടല്ലാതെ. വഹുവ യുവഫിഖുക ഇല്ലാ ബി മിഖ്ദാരി മാ യുഅദ്ദാ വഗൈറുഹു ഫർദു കിഫായത്തിൻ ഇല്ലാ ബി മിഖ്ദാരി മാ യുഅദ്ദാ ബിഹി ഫറാഇദുല്ലാഹി തആല. ഇത് നേരത്തെ മുമ്പത്തെ ജുംലയോടാണ് ബന്ധം. വഹാദൽ ഇൽമു ഫർദു ഐനിൻ, ഇത് ഫർദു ഐനാണ്. ഖൽബിനെ ഇസ്ലാഹ് ചെയ്യുന്ന, ഖൽബിനെ നന്നാക്കുന്ന അറിവുകൾ മനസ്സിലാക്കൽ ഫർദു ഐനാണ്. വഗൈറുഹു ഫർദു കിഫായ, മറ്റുള്ളതെല്ലാം ഫർദു കിഫായാണ്. ഏതൊഴിച്ച്, എത്ര ഖദർ ഒഴിച്ച്, ഇല്ലാ ബി മിഖ്ദാരി മാ യുഅദ്ദാ ബിഹി ഫറാഇദുല്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഫറലായ കൽപ്പനകൾ, ഉത്തരവാദിത്തങ്ങൾ, ഫരീളത്തുകൾ, ഫർളുകൾ ചെയ്ത് വീട്ടേണ്ട അളവിനനുസൃതമായിട്ടല്ലാത്തതൊക്കെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഫർളുകൾ വീട്ടാൻ എന്തൊക്കെ അറിവ് വേണോ ആ അറിവുകളെല്ലാം നേടൽ ഫർദ് ഐന് തന്നെയാണ്. മറ്റുള്ളത് എല്ലാം ഫർദ് കിഫായയാണ്. ത്വലാഖ് എപ്പോഴാണ് സംഭവിക്കുക അതറിയേണ്ടത് ഫർദ് കിഫായയുള്ളൂ, എല്ലാവർക്കും കൂടെ അറിയണമെന്നൊന്നുമില്ല. പക്ഷേ നിനക്ക് നിൻ്റെ ഹൃദയം നന്നായാൽ എങ്ങനെ നിൻ്റെ ഹൃദയം എപ്പോഴാണ് നന്നാവുക, നിൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയാണ് കുഴപ്പമുള്ളത് എന്ന് മനസ്സിലാക്കൽ അത് ഫർദ് ഐനുമാണ്. യുവഫ്യഖുക്കല്ലാഹു, നിനക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹത്താ തുഹസ്സിലഹു, അത് കരസ്ഥമാക്കാൻ നിനക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അറാബിഉ, നാലാമത്തത്, നീ ഉൾക്കൊള്ളേണ്ട, നിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട നാലാമത്തെ കാര്യം എന്താണ്? 4 ഉപേക്ഷിക്കണം, 4 ഉൾക്കൊള്ളണം. ആ 4 ഉൾക്കൊള്ളേണ്ടതിൽ നാലാമത്തത് ഏതാണ്? അല്ലാ തജ്മഅ മിന ദുനിയ, നീ ദുനിയാവിൽ നിന്ന് ഒരുമിച്ച് കൂട്ടരുത്. അക്സറ മിൻ കിഫായത്തി സന, ഒരു വർഷത്തേക്ക് മതിയാകുന്നതിനേക്കാൾ അധികം നീ ഒരുമിച്ച് കൂട്ടരുത്. കുറേ കാലം ജീവിക്കാനുള്ളത് ഒന്നിച്ചാണ് ഒരുമിച്ച് കൂട്ടുക, അത് വേണ്ട. ഒരു വർഷത്തേക്ക് ജീവിക്കാൻ എനിക്ക് കിഫായത്തായ എത്രയാണോ വേണ്ടത് അതിനേക്കാൾ നീ ഒരുമിച്ച് കൂട്ടരുത്. കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നത് പോലെ,
യുഇദ്ദു അഅദ്ദ യുഇദ്ദു തയ്യാറാക്കി കൊടുക്കുമായിരുന്നു ലി ബഅദി ഹുജുറാത്തിഹി തൻ്റെ ചില ഹുജുറാത്തിഹി നബി തങ്ങളുടെ ചില ഭാര്യമാർക്ക് തയ്യാറാക്കി കൊടുക്കാറുള്ളത് പോലെ. ബഖാല എന്നിട്ട് ആ ഭാര്യമാരോട് പറയും, അല്ലാഹുമ്മ ജഅൽ ഖൂത ആലി മുഹമ്മദിൻ കഫാഫ. നബി തങ്ങൾ കിഫായത്തിന് വേണ്ടി മാത്രമേ ഒരുമിച്ച് കൂട്ടാറുള്ളൂ, സമ്പത്ത് ഒരുമിച്ച് കൂട്ടാറുള്ളൂ. അതും നബി തങ്ങളെ കിഫായത്ത് എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ ചുരുങ്ങിയതാണ്. എന്നിട്ട് ഓരോ ഭാര്യമാർക്കും നബി തങ്ങൾ അത് തയ്യാറാക്കി കൊടുക്കുമായിരുന്നു. എന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ജഅൽ ഖൂത ആലി മുഹമ്മദിൻ കഫാഫ. മുഹമ്മദ് നബിയുടെ ഈ മുഹമ്മദിൻ്റെ കുടുംബത്തിൻ്റെ ഭക്ഷണം നീ മിതമാക്കി കൊടുക്കണേ, മിതമായതാക്കി കൊടുക്കണേ. ഓവർ വേണ്ട, ഒന്നായിട്ട് ദുനിയാവ് ഒരുമിച്ച് കൂട്ടുക എന്നത് വേണ്ട. വലം യകുൻ യുഇദ്ദു ദാലിക ലികുല്ലി ഹുജറാത്തിഹി. ഇത് തയ്യാറാക്കി കൊടുക്കുമായിരുന്നില്ല തൻ്റെ എല്ലാ ഭാര്യമാർക്കും. ബൽ കാന യുഇദ്ദുഹു ലിമൻ അലിമ അന്ന ഫീ ഖൽബിഹാ ളഅഫ. ഈ ഐഹികമായ ജീവിതത്തിന് മിതമായത് തയ്യാറാക്കി കൊടുക്കൽ തൻ്റെ ഭാര്യമാരിൽ നിന്ന് എല്ലാവർക്കും കൂടെ തയ്യാറാക്കി കൊടുക്കാറുണ്ടായിരുന്നില്ല. മറിച്ചോ ഇത്തരത്തിലുള്ള ഭാര്യമാർക്ക് മാത്രമേ തയ്യാറാക്കി കൊടുക്കാറുള്ളൂ. എത്തരത്തിലുള്ള ഇല്ല യുഇദ്ദുഹ ലിമൻ അലിമ, ഒരുത്തർക്ക് വേണ്ടി മാത്രമേ തയ്യാറാക്കി കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. അന്നഫി ഖൽബിഹ ളഅഫ, അവരുടെ ഹൃദയത്തിൽ മറ്റു ഭാര്യമാരേക്കാൾ ഒരു ളഅഫ്, ഒരു ബലഹീനത അവരുടെ കൽബിന് ഉണ്ട്. ഈമാനിയായിട്ട് മറ്റു ഭാര്യമാരുടെ അത്ര എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഭാര്യമാർക്ക് മാത്രമേ നബി തങ്ങൾ തയ്യാറാക്കി കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടോ അമ്മാമൻ കാനത്ത് സ്വാഹിബത്ത യഖീനിൻ, പൂർണ്ണമായ യഖീനുള്ള മഹതിയായ ആയിഷ ബീവിയെ പോലത്തെ യഖീനുള്ള ആളുകളായാൽ, യഖീനുള്ളവളായി തീർന്നാൽ, അത്തരത്തിലുള്ള ഭാര്യയാണെങ്കിൽ ഫമാ കാന യുഇദ്ദു ലഹ, അവർക്ക് തയ്യാറാക്കി കൊടുക്കുമായിരുന്നില്ല. ഇല്ലാ കൂത്ത യൗമിൻ, ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണമല്ലാതെ, ഔ നിസ്ഫിൻ, അല്ലെങ്കിൽ ഒരു പകുതി ദിവസത്തേക്കുള്ള ഭക്ഷണമല്ലാതെ ഒന്നും തയ്യാറാക്കി കൊടുക്കുമായിരുന്നില്ല. ബാക്കിയൊക്കെ അള്ളാൻ്റെ മേൽ ഭരമർപ്പിക്കലായിരുന്നു. കൂടുതൽ സമ്പത്ത് അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണങ്ങൾ ഒരുമിച്ച് കൂട്ടുക എന്നത് നബി തങ്ങളുടെ ഒരു ശൈലിയായിരുന്നില്ല എന്നാണ് അവസാനമായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളും ഒന്നാകെ കുറേ സമ്പത്തുണ്ടാക്കുക, കുറേ മുതലുണ്ടാക്കുക എന്ന് ചിന്തിക്കാൻ പാടില്ല. പാകം, എല്ലാം പാകത്തിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ദുആ തുടങ്ങണം. അത് എല്ലാവരും കാണാതെ പഠിക്കാനുള്ളതാണ് എന്ന് തുടക്കത്തിലെ അറിയിക്കുകയാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നമ്മൾ പഠിച്ചതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും നമുക്ക് സാധിക്കട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.